നെന്മാറയിലെ ഇരട്ടക്കൊലപാതക കേസിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ പോലീസും സർക്കാരുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കുടുംബവും നാട്ടുകാരും പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാത്തത് തികഞ്ഞ അനാസ്ഥയാണ്. കൊല്ലപ്പെട്ട സുധാകരന്റെ പെൺമക്കളായ അഖിലയെയും അതുല്യയെയും സർക്കാർ ദത്തെടുക്കണമെന്നും ചെന്നിത്തല കാസർഗോട്ട് ആവശ്യപ്പെട്ടു. ബ്രൂവറി വിവാദത്തിൽ CPIയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. Alruba fried chicken masala, natural herbs, no artificial color, no MS. നെന്മാറയിൽ നടന്ന ഇരട്ട കൊലപാതകത്തിൻ്റെ പരിപൂർണമായ ഉത്തരവാദി പോലീസുകാരാണ്. ജയിലിൽ നിന്നിറങ്ങിയ പ്രതി ആ കുടുംബത്തിലെ മറ്റുള്ളവരെ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി നിലനിന്നിരുന്നു. ആ ഭീഷണി ഉണ്ടായ സാഹചര്യത്തിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു, നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. അങ്ങനെ നിയമ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ അയാളുടെ ജാമ്യം റദ്ദാകുമായിരുന്നു. അപ്പോൾ കൊലപാതകം നടത്തുമെന്നുള്ള ഭീഷണി ഉണ്ടായിട്ട് പോലും പരോളിൽ ഇറങ്ങിയ പ്രതിയെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാർ പോലീസിൻ്റെ നടപടി കൊണ്ടാണ് ഇരട്ട കൊലപാതകം ഈ പ്രതി ചെയ്തത്. ഇപ്പോൾ കേരളത്തിൽ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രമസമാധാന നില അനുദിനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നെന്മാറയിൽ പരോളിലിറങ്ങിയ പ്രതിയാണ് ഇരട്ട കൊലപാതകം നടത്തിയിരിക്കുന്നത്. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പോലീസ് സേനയെ കാര്യക്ഷമമാക്കാനും ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകാനും അടിയന്തര നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ജനങ്ങൾ, കൃഷിക്ക് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കർഷകർ, ഇവരുടെ താല്പര്യത്തെക്കാൾ വലുത് ഒയാസിസ് എന്ന പ്രൈവറ്റ് കമ്പനിക്ക് ഒരു ദിവസം 10 ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാൻ എന്ത് താല്പര്യമാണ് ഗവൺമെൻറ്. അതുകൊണ്ട് CPI അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. കാരണം പ്ലാച്ചിമട സമരത്തിൽ ഏറ്റവും ശക്തമായി നിന്നൊരു പാർട്ടി CPI ആയിരുന്നു. കൊക്കോകോള പൂട്ടി, പെപ്സി കോള പൂട്ടി. കാരണം അവിടെ വെള്ളം കിട്ടില്ല. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം വളരെ വലുതാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഇതിൽ നിന്ന് പിന്വാങ്ങണം. ഇത് ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമാണ്, കർഷകരുടെ താല്പര്യത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഭരണമുന്നണിയിലെ ഒരു കക്ഷിയായി CPI പോലും ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഗവൺമെൻറ് അടിയന്തരമായി മന്ത്രിസഭാ തീരുമാനം തിരുത്തുകയാണ് വേണ്ടത്.